നമസ്കാരം സുഹൃത്തുക്കളെ. PSC പരീക്ഷകളിൽ കേരള ഭൂമിശാസ്ത്രം, കേരള ജിയോഗ്രാഫി എന്ന വിഭാഗത്തിൽ നിന്ന് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു പ്രധാന ഭാഗമാണ് കേരളത്തിലെ ജലപാതകളും കനാലുകളും. ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കനാലുകളെയും അവയുമായി ബന്ധപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ള 50 ചോദ്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ഭാഗത്തുനിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താം. 1. കേരളത്തിലെ പ്രധാന ഗതാഗത കനാൽ ഏത്? വെസ്റ്റ് കോസ്റ്റ് കനാൽ, പശ്ചിമതീര കനാൽ. 2. വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏത് ജില്ലകളെ ബന്ധിപ്പിക്കുന്നു? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. 3. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 NW3 ഏത് കനാലിന്റെ ഭാഗമാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ. 4. NW3ന്റെ നീളമെത്ര? 205 കിലോമീറ്റർ. 5. NW3 ആരംഭിക്കുന്നത് എവിടെയാണ്? കൊല്ലം. 6. NW3 അവസാനിക്കുന്നത് എവിടെയാണ്? കോട്ടപ്പുറം, തൃശൂർ. 7. കോട്ടപ്പുറം ഏത് ജില്ലയിലാണ്? തൃശൂർ. 8. കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ കനാൽ ഏതാണ്? പാർവതി പുത്തനാർ. 9. പാർവതി പുത്തനാർ നിർമ്മിച്ചത് ആരുടെ കാലത്താണ്? റാണി പാർവതിഭായിയുടെ കാലത്ത്. 10. തിരുവനന്തപുരത്തെ പ്രധാന ജലപാത ഏതാണ്? പാർവതി പുത്തനാർ. 11. ചവറ കനാൽ ഏത് ജില്ലയിലാണ്? കൊല്ലം. 12. വടക്കേ ഇന്ത്യയിലെ ചാലുകൾക്ക് സമാനമായി കേരളത്തിൽ അറിയപ്പെടുന്നവ. കനാലുകൾ. 13. തൃശൂർ ജില്ലയിലെ പ്രധാന ജലപാത. കനോലി കനാൽ, പഴയത്. 14. കനോലി കനാൽ നിർമ്മിച്ചതാര്? മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് കനോലി. 15. കനോലി കനാൽ ഏത് നദികളെ ബന്ധിപ്പിക്കുന്നു? കല്ലായിപ്പുഴയും കൊരപ്പുഴയും. 16. തിരൂർ പൊന്നാനി കനാൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം. 17. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം. ആലപ്പുഴ. 18. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിക്കാൻ കാരണം? ധാരാളം തോടുകളും കനാലുകളും ഉള്ളതുകൊണ്ട്. 19. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. ആലപ്പുഴ. 20. കേരളത്തിലെ പ്രധാനപ്പെട്ട മനുഷ്യനിർമ്മിത ജലപാത. വെസ്റ്റ് കോസ്റ്റ് കനാൽ. 21. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ പദ്ധതി ഏത് ജില്ലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്തനംതിട്ട, കൊല്ലം. 22. ചങ്ങനാശ്ശേരി ആലപ്പുഴ കനാൽ ഏത് തടാകത്തെ ബന്ധിപ്പിക്കുന്നു? വേമ്പനാട്ട് കായൽ. 23. തിരുവനന്തപുരം ഷൊർണൂർ കനാൽ പദ്ധതിയുടെ ഭാഗമായ ജലപാത. വെസ്റ്റ് കോസ്റ്റ് കനാൽ. 24. കേരളത്തിൽ കൂടുതൽ കനാലുകളുള്ള പ്രദേശം. കുട്ടനാട്, ആലപ്പുഴ. 25. കനാലുകളെക്കുറിച്ചുള്ള പഠനമെന്താണ്? ഹൈഡ്രോളജി, ജലവിജ്ഞാനീയം. 26. കനാൽ ഗതാഗതം കൂടുതലായി നടക്കുന്ന മേഖല. മധ്യതെക്കൻ കേരളം. 27. ജലഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ കേരളത്തിലെ പ്രദേശം. കുട്ടനാട്. 28. ഇടുക്കി ജില്ലയിൽ കനാലുകൾ കുറയാൻ കാരണം? മലമ്പ്രദേശമായതിനാൽ. 29. കോട്ടയം ആലപ്പുഴ ജലപാതയിലെ പ്രധാനപ്പെട്ട കനാൽ. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ. 30. കൊച്ചിയിലെ പ്രധാന കനാൽ. ഇടപ്പള്ളി കനാൽ. 31. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗതത്തെ നിയന്ത്രിക്കുന്ന സർക്കാർ സ്ഥാപനം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ASWTD. 32. NW3 എത്ര ജില്ലകളിലൂടെ കടന്നുപോകുന്നു? 9 ജില്ലകൾ. 33. പാലക്കാട് ജില്ലയിലെ പ്രധാന ജലസേചന കനാൽ. മലമ്പുഴ കനാൽ. 34. മലമ്പുഴ കനാൽ ഏത് നദിയിൽ നിന്നാണ് വെള്ളം സ്വീകരിക്കുന്നത്? മലമ്പുഴ പുഴ. 35. വയനാട് ജില്ലയിൽ കനാൽ ഗതാഗതം കുറവാകാൻ കാരണം? ഭൂപ്രകൃതി. 36. കേരളത്തിലെ കനാലുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച പദ്ധതി. പ്രൊജക്ട് വികാസ് അല്ലെങ്കിൽ അനുബന്ധ വികസന പദ്ധതികൾ. 37. കനോലി കനാൽ ഏത് വർഷമാണ് നിർമ്മിച്ചത്? 1848. 38. കൊല്ലം കോട്ടപ്പുറം ജലപാതയുടെ നീളം. 168 കിലോമീറ്റർ. പ്രധാന റൂട്ട്. 39. കനാലുകളിലെ മലിനീകരണം തടയാൻ നടപ്പിലാക്കുന്ന പദ്ധതി. ശുചിത്വ കേരളം പദ്ധതി. 40. കനാൽ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്ന മണ്ണ്. എക്കൽ മണ്ണ്. 41. കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്തിനാണ് കനാലുകൾ നിർമ്മിച്ചത്? ചരക്ക് ഗതാഗതത്തിന്. 42. കേരളത്തിലെ കനാലുകളുടെ ആകെ നീളം ഏകദേശം എത്ര? 1500 കിലോമീറ്റർ അധികം. 43. തിരുവനന്തപുരത്ത് കനാൽ നിർമ്മാണം പ്രോത്സാഹിപ്പിച്ച രാജാവ്. സ്വാതി തിരുനാൾ. 44. കേരളത്തിലിപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജലപാത. തിരുവനന്തപുരം കോഴിക്കോട് ജലപാത. 45. ഏതു തടാകമാണ് വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ഭാഗമായി വരുന്നത്? അഷ്ടമുടി കായൽ. 46. കേരളത്തിലെ ആദ്യത്തെ ജലഗതാഗത മ്യൂസിയം. ആലപ്പുഴ. 47. കനാലുകൾ വറ്റിവരണ്ടു പോകാതിരിക്കാൻ ചെയ്യുന്നത്. മണ്ണ് നീക്കം ചെയ്യൽ, ഡ്രഡ്ജിംഗ്. 48. മലപ്പുറത്തെ കനോലി
കനാൽ ഏത് നദിയിലേക്ക് ചേരുന്നു? കല്ലായിപ്പുഴ. 49 കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ കനാലുകളുടെ പങ്ക്. വിനോദസഞ്ചാരം, ചരക്ക് ഗതാഗതം. PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ ഓഫ് NW3. സുഹൃത്തുക്കളെ, കേരളത്തിലെ കനാലുകളെക്കുറിച്ച് PSC തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഇതിലെ ഓരോ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ PSC അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.